നമ്മളിന്ന് പോകുന്നത് ആൻഡമാനിലെ വളരെ മാജിക്കലായിട്ടുള്ള ഒരു പ്ലേസിലോട്ടാണ്. ഷോൾ ബേ എന്ന് പറയുന്ന ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. ആ ബീച്ചിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വുഡൻ ബ്രിഡ്ജാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ വുഡൻ ബ്രിഡ്ജ് എന്തിനാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ കടലിൽ വേലിയേറ്റമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇത് കണ്ടൽ കാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നിറയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ നടക്കുന്ന ഇടങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായി മാൻഗ്രോ എന്ന് പറയുന്ന പ്ലാന്റ് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വുഡൻ ബ്രിഡ്ജാണിത്. ഈ കാണുന്നതെല്ലാമാണ് ഈ മാൻഗ്രോ എന്ന് പറയുന്ന പ്ലാന്റ്. ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മറ്റുള്ള പ്ലാന്റുകളൊക്കെ ഉപ്പുവെള്ളം തട്ടിയാലും നശിച്ചു പോകുന്ന ചെടികളാണ്. പക്ഷേ ഇതിൻ്റെ റൂട്ട്സും ഇതിൻ്റെ സ്റ്റെംസും ഒന്നും തന്നെ ഈ പ്ലാന്റ് ടോട്ടലായിട്ട് ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെടിയാണ് ഈ മാൻഗ്രോ എന്ന് പറയുന്നത്. ഒരു കണ്ടൽ വൃക്ഷമാണ് മാൻഗ്രോ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ബീച്ചാണ്. അതിലേറെ എനിക്ക് മാജിക്കലായിട്ട് തോന്നിയത് ഈ ബ്രിഡ്ജ് തന്നെയാണ്. നമ്മൾ ചില ആനിമേഷൻ ഫോട്ടോഗ്രാഫീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബ്രിഡ്ജ് തന്നെയാണ്. നിങ്ങൾ ആൻഡമാനിൽ വരുന്നത് മസ്റ്റായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഷോൾ ബേ. അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്.